ഇതൊരു മണി സേവിങ് ബോക്സ് ആണ്. ഇതിൻ്റെ ഇപ്പോഴുള്ള റേറ്റ് എന്ന് പറയുന്നത് 299 റുപ്പീസിനാണ്. ഇത് എങ്ങനെ എവിടുന്ന് സോഴ്സ് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. ഈ ഒരു പ്രൊഡക്റ്റ് ഹോൾസെയിലായി മേടിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോം ഇന്ത്യ മാർട്ടാണ്. സോ ഞാൻ ഓൾറെഡി ഈ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തതാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു സെല്ലറെ തന്നെ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത്. സോ നമ്മൾ ഇന്ത്യ മാർട്ടിൽ നിന്ന് ഈ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നത് ഓൾമോസ്റ്റ് 16 റുപ്പീസിനാണ്. സോ ഇതിൽ ട്രാൻസ്പോർട്ടേഷൻ റേറ്റ് ഇൻക്ലൂഡഡ് അല്ല. മാത്രമല്ല നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൽ നോക്കേണ്ടത് ഈ സെല്ലർ ജെന്യൂൻ ആണോ എന്നുള്ള കാര്യമാണ്. നമുക്ക് പ്രൊഫൈലിൽ പോയി കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഇവിടെ കാണാൻ പറ്റും 9 ഇയേഴ്സ് ഇന്ത്യ മാർട്ടിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരു സെല്ലറാണ്. വൺ റീസൺ ഞാൻ ഈ സെല്ലറെ പരിചയപ്പെടുത്താൻ കാരണം ഞാൻ ഓൾറെഡി ഒരു പ്രാവശ്യം പർച്ചേസ് ചെയ്തത് കൊണ്ടാണ്. വേറെയും ഒരുപാട് പ്രൊഡക്റ്റുകൾ അതേപോലെ പല റേറ്റുകളും നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും. ആസ് യൂഷ്വലി നിങ്ങൾക്ക് ബെറ്റർ ഡീൽ ഏതാണോ എന്ന് തോന്നുന്നത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഡിസിഷൻ എടുക്കാം. പക്ഷേ ഇതിലൊരു കാര്യം ശ്രദ്ധിക്കേണ്ട രീതിയിൽ ഒരുപാട് മാനിപ്പുലേഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഡീൽ നടത്തുമ്പോൾ അവരോട് വെയർ ഹൗസിൻ്റെ വീഡിയോസോ ഒരു വീഡിയോ കോളോ ഒക്കെ ചെയ്തിട്ട് വേണം നമ്മൾ പേയ്മെൻറ്റ് അയച്ചു കൊടുക്കാനോ അല്ലെങ്കിൽ ഡീൽ മുമ്പോട്ട് കൊണ്ടുപോകാനോ. പ്രൊഡക്റ്റിൻ്റെ പ്രോഫിറ്റ് കാൽക്കുലേഷനിൽ വരുമ്പോൾ ഈ പ്രൊഡക്റ്റിന് നമ്മൾ ആകെ ആകുന്നത് 16 റുപ്പീസാണ്. അതിൽ ട്രാൻസ്പോർട്ടേഷൻ 9 രൂപ, അതിൽ കമ്മീഷൻ ഫീസ് 30, ഷിപ്പിംഗ് ചാർജാണ് ഏറ്റവും വലിയ ചാർജാണ് ഇതിൽ വരുന്നത്. അത് ഏകദേശം 60 രൂപ നാഷണൽ വൈഡാണ്. അതായത് നമ്മൾ അധികം ദൂരം അല്ലാത്ത ഏരിയയിൽ നമ്മൾ ഷിപ്പ് ചെയ്യുകയാണെങ്കിലും ദൂരപ്രദേശത്ത് ഷിപ്പ് ചെയ്യുകയാണെങ്കിലും സെയിം റേറ്റ് ആണ് ഇതിൽ വരിക. നമുക്ക് ആമസോണിൽ സെയിൽ ചെയ്യുന്ന അതേ റേറ്റിൽ തന്നെ നമുക്ക് സെയിൽ ചെയ്യണമെന്നില്ല. നമുക്ക് അതിൽ കുറച്ച് ബെറ്റർ ആയിക്കൊണ്ട് ബെറ്റർ മാർക്കറ്റ് റേറ്റിൽ നമുക്ക് കൊടുക്കാം. സോ നമ്മളിവിടെ കൊടുക്കാൻ പോകുന്നത് 249 റുപ്പീസാണ്. സോ കമ്മീഷൻ ചാർജ് എന്ന് പറയുന്നത് ആമസോൺ അതേപോലെ ഫ്ലിപ്കാർട്ട് പോലെയുള്ള പ്ലാറ്റ്ഫോംസിൽ മാത്രമാണ് കമ്മീഷൻ ചാർജ് ഉള്ളത്. നമുക്ക് സ്വന്തമായി ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്ക് അക്കൗണ്ട്സോ ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ തന്നെ പ്രൊഡക്റ്റ് അപ്ലോഡ് ചെയ്ത് അതിൽ തന്നെ മാർക്കറ്റ് ചെയ്ത് പ്രൊഡക്റ്റ് സെയിലാക്കാൻ പറ്റുന്നതാണ്. പക്ഷേ ഇതിലെ പ്രശ്നം വെച്ചാൽ കമ്മീഷൻ ചാർജ് അവിടെ ഇല്ലെങ്കിലും അവിടെ നമുക്ക് അഡ്വർടൈസ്മെൻറ്റിന് നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വരുന്നുണ്ട്. ഇത് കാണാം പ്രോഫിറ്റ് പെർ ഐറ്റം എന്നുള്ളത് 19 റുപ്പീസാണ്. സോ നമ്മൾ ഡെയിലി ഒരു ആവറേജ് ഒരു 5 പ്രൊഡക്ട്സ് സെയിൽ ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് ഓൾമോസ്റ്റ് 415 റുപ്പീസ് ഡെയിലിയും അതേപോലെ മന്ത്ലി സിമ്പിളായിക്കൊണ്ട് എങ്ങനെ പോയാലും ആവറേജ് 10K നമുക്ക് സിമ്പിളായിട്ട് ഏൺ ചെയ്യാൻ പറ്റും.